ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം സർക്കാരിന്റെ പ്രചാരവേലയുടെ ഇരയായിട്ടാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നതിന് ശേഷം അത് ഉപേക്ഷിച്ച കെട്ടിടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം അടക്കം ആരംഭിക്കാൻ വൈകിയ സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാക്കിയത് ഈ സർക്കാരിലെ 2 മന്ത്രിമാരുൾപ്പെടെ നേരിട്ടാണ്. ആ കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ കലക്ടർ, ആ ജില്ലാ കലക്ടർക്ക് സംഭവ സ്ഥലത്ത് എത്താൻ പോലും എത്ര താമസമുണ്ടായി എന്ന് നമ്മളെല്ലാവരും ഇന്നലെ അറിഞ്ഞതാണ്. ആരോഗ്യ വകുപ്പിന് കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് മാഡം. ആരോഗ്യ വകുപ്പ് എന്ന കപ്പൽ അത് പകുതി മുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡിന്റെ കണക്കുകൾ മറച്ചുവെക്കുന്നു എന്നുള്ള ആരോപണം വന്നപ്പോ പറഞ്ഞത് ചക്ക വീണ് മരിക്കുന്ന ആളുകളെ അടക്കം കോവിഡ് മരണത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായതാണ്. ഇവിടെ ബിന്ദു മരിച്ചത് ചക്ക വീണിട്ടല്ല വേണം, കെട്ടിടം തകർന്നിട്ടാണ്. കേരളത്തിലെ സർക്കാരിന് മരുന്ന് കൊടുക്കാൻ മരുന്ന് കമ്പനികൾ തയ്യാറല്ല. ഒരു കാലത്ത് 216 കമ്പനികൾ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് മരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ട പണം കൊടുക്കാത്തതിന്റെ പേരിൽ, കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ ആ മരുന്ന് കമ്പനികളുടെ എണ്ണം 186 മാത്രമല്ല, പണം കിട്ടാത്ത ആളുകൾ ഇപ്പൊ ചെയ്യുന്നത് മരുന്നിന്റെ വില 30% വരെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സർക്കാരിന് നൽകുന്നത്.